ഹായ് സ്റ്റുഡൻസ്, SLC IT മോഡൽ എക്സാമിലെ ഓപ്പൺ ടൂൺസ് ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻ നോക്കാം. ക്രിയേറ്റ് ആൻ ആനിമേഷൻ സീൻ ഓഫ് എ ഡോഗ് വാക്കിംഗ് ബൈ എ പോണ്ട് യൂസിംഗ് ഓപ്പൺ ടൂൺസ് സോഫ്റ്റ്വെയർ. Copy the Open Tools folder from the exam 10 documents and paste it to the documents folder in home. Set the file name of the project being prepared in Open Tools as doc. Set the following video profile for the scene that is being created. Scene name scene 1. Camera size HD 720, Unix pixel, frame rate 12. The animation scene being created should be for 5 seconds. Use the image namely scenery4.png given in the Open Tools folder as background. Use the sequence images given in the doc folder in Open Tools. Save the completed animation scene with your register number underscore dog walking as file name to exam 10 products as MP4 video. If it is exported to desktop, rename it and copy to exam 10 products folder. ഇതിൻ്റെ മലയാളത്തിലെ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. കുളത്തിനരികിലൂടെ ഒരു നായ നടന്നു പോകുന്ന ഒരു ആനിമേഷൻ ഓപ്പൺ ടൂൺസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക. എക്സാം 10 ഡോക്യുമെൻറ്റ്സിലുള്ള ഓപ്പൺ ടൂൺസ് ഫോൾഡർ കോപ്പി ചെയ്ത് ഹോമിലെ ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിൽ പേസ്റ്റ് ചെയ്യുക. ഓപ്പൺ ടൂൺസിൽ തയ്യാറാക്കുന്ന പ്രൊജക്റ്റിന് ഡോഗ് എന്ന് പേര് നൽകുക. നിർമ്മിക്കുന്ന സീനിന് താഴെ പറയുന്ന വീഡിയോ പ്രൊഫൈൽ നൽകുക. സീനിന് താഴെ പറയുന്ന വീഡിയോ പ്രൊഫൈൽ നൽകുക. 5 സെക്കൻഡ് നേരത്തേക്കുള്ള ഒരു ആനിമേഷനാണ് നിർമ്മിക്കേണ്ടത്. ഓപ്പൺ ടൂൺസ് എന്ന ഫോൾഡറിൽ നൽകിയ scenery4.png എന്ന ചിത്രം ബാക്ക്ഗ്രൗണ്ട് ചിത്രമായി ഉപയോഗിക്കുക. ഓപ്പൺ ടൂൺസ് എന്ന ഫോൾഡറിൽ നൽകിയ ഡോഗ് എന്ന ഫോൾഡറിനകത്തെ ചിത്രശ്രേണി ഉപയോഗിക്കുക. പൂർത്തിയാക്കിയ ആനിമേഷൻ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഡോഗ് വാക്കിംഗ് എന്ന ഫയൽ നാമം നൽകി എക്സാം 10 പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ MP4 വീഡിയോ ആയിട്ട് സേവ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സാം 10 ഡോക്യുമെൻറ്റ്സിലുള്ള ഓപ്പൺ ടൂൺസ് എന്ന ഫോൾഡർ ഹോമിലെ ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫയൽസ് അല്ലെങ്കിൽ ഹോം ഓപ്പൺ ചെയ്യാം. ഇവിടെ ഹോമിൽ എക്സാം 10 ഡോക്യുമെൻറ്റ്സ് എടുക്കുന്നു. ഇവിടെ ഓപ്പൺ ടൂൺസ് എന്നുള്ള ഫയലുണ്ട്. റൈറ്റ് ക്ലിക്കിൽ കോപ്പി കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഡോക്യുമെൻറ്റ്സ് എന്ന് കാണാം. അവിടെ റൈറ്റ് ക്ലിക്കിൽ പേസ്റ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തു. ഇനി ഇത് നമുക്കിനി ആപ്ലിക്കേഷൻസ് ഷോ ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്തു ഓപ്പൺ ടൂൺസ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ടൂൺസ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മളോട് ആദ്യം തന്നെ ഒരു ന്യൂ പ്രൊജക്റ്റ് കൊടുക്കാനാണ് പറഞ്ഞത്. ന്യൂ പ്രൊജക്റ്റ് എന്ന് കൊടുക്കുന്നു. ഡോഗ് എന്നാണ് പേര് കൊടുത്തത്. ഡോഗ് എന്ന് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഡോഗ് എന്ന് കൊടുക്കുക. ഇവിടെ ഓക്കെ എന്ന് കൊടുത്തു. ഇനി ഇവിടെ ന്യൂ സീൻ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് എ ന്യൂ സീൻ എന്ന് കൊടുത്തു. ഇവിടെ സീൻ നെയിം എന്നുള്ളിടത്ത് scene 1 എന്ന് കൊടുത്തു. ഇവിടെ ക്യാമറ സൈസ് എന്നുള്ളിടത്ത് HD 720 എന്ന് കൊടുത്തു. ഇവിടെ പിക്സലിലല്ലെങ്കിൽ മാറ്റി പിക്സൽ എന്നാക്കുക. ഇവിടെ 12 ഫ്രെയിം റേറ്റ് എന്ന് കൊടുത്തു. ഇത്രയാണ് സെറ്റ് ചെയ്യാൻ പറഞ്ഞത്. ക്രിയേറ്റ് സീൻ എന്ന് കൊടുത്തു. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെയുള്ള കോളം 1ൽ ഫ്രെയിം 1 എന്നുള്ളതിൽ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുക. ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് ഇവിടേക്കാണ് പിക്ചർ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ബ്രൗസറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മളിപ്പോൾ ഫയൽ ഇട്ടിരിക്കുന്നത് മൈ ഡോക്യുമെൻറ്റ്സിലാണ്. മൈ ഡോക്യുമെൻറ്റ്സ് എടുക്കുക. ഓപ്പൺ ടൂൺസ് സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് എടുക്കേണ്ട പിക്ചറിൻ്റെ നെയിം scenery4.png എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ scenery4. എന്നുള്ളത് എടുക്കാം. റൈറ്റ് ക്ലിക്കിൽ ലോഡ് കൊടുത്തു. ഇവിടെയും ലോഡ് എന്ന് കൊടുക്കുക. അപ്പോൾ ആ ഒരു പിക്ചർ അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആനിമേഷൻ റൂം എടുത്ത് നോക്കിയാൽ പിക്ചർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പിക്ചറിന് നമുക്ക് 5 സെക്കൻഡുള്ള ഒരു ആനിമേഷൻ സീനാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടത് 60 ഫ്രെയിം വേണം. ഇവിടെ സെലക്ട് ചെയ്താൽ ഇങ്ങനെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടു റിപ്പീറ്റഡ് സെലക്റ്റഡ് സെല്ല്. അപ്പോൾ നമ്മൾ ആ പിക്ചറുള്ള സെല്ല് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് 60 ഫ്രെയിമിലേക്ക് വേണമെങ്കിൽ പോവാം. ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇവിടുത്തെ റിപ്പീറ്റ് ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ കോളം 2ൽ നമുക്ക് ഡോഗിൻ്റെ പിക്ചർ കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ ഫ്രെയിം 1 എന്നുള്ള ഇത് സെലക്ട് ചെയ്തു. കോളം 2ലെ ഫ്രെയിം 1 എന്നുള്ള സെല്ല് സെലക്ട് ചെയ്തു. ബ്രൗസർ അവിടെ ഡോഗ് എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെയുള്ള ഈ ഡോഗ് 6 ഫ്രെയിംസ് ഉണ്ട്. അതൊന്ന് സെലക്ട് ചെയ്തു. റൈറ്റ് ക്ലിക്കിൽ ലോഡ് എന്ന് കൊടുത്തു. ഇവിടെ ലോഡ് എന്ന് കൊടുക്കുക. ആ പിക്ചർ അവിടെ വന്നിട്ടുണ്ടാവും. ആനിമേഷൻ എടുത്തു. അപ്പോൾ ഈ പിക്ചർ നിങ്ങൾ നോക്കിയാൽ കാണാം അതിൻ്റെ ഓരോ മാറ്റങ്ങളുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡോഗിൻ്റെ ഫസ്റ്റ് സെല്ലൊന്ന് സെലക്ട് ചെയ്തു. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മൾ താഴേക്ക് സെലക്ട് ചെയ്യുക. നല്ല കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് 6ാമത്തെ ഫ്രെയിം വരെ സെലക്ട് ചെയ്തു. ഇനി നമുക്കിത് 60 ഫ്രെയിം വരെ റിപ്പീറ്റ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ റിപ്പീറ്റ് എന്നുള്ളത് കൊടുത്തു. ഇവിടെ
60 ഫ്രെയിം എന്ന് കൊടുക്കാം. എന്നിട്ട് റിപ്പീറ്റ് എന്ന് കൊടുക്കുക. ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ 2 മെത്തേഡും കാണിച്ചതാണ്. അപ്പോൾ ഇത് 60 ഫ്രെയിം വരെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആനിമേഷൻ കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ നമുക്ക് ഈ ഒരു ആദ്യം തന്നെ ഈ ആനിമേറ്റ് ടൂൾ എന്നുള്ളത് എടുത്തു. ആനിമേറ്റ് ടൂൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഈ ഒരു ഇവിടെ നമ്മൾ പൊസിഷനാണോ നോക്കുക, പൊസിഷനിലാണ് ഉണ്ടാവേണ്ടത്. എന്നിട്ട് ഈ ഡോഗിനെ ഇവിടെ കൊണ്ട് വെക്കുന്നു. ഒന്ന് അതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കണം. നമുക്കിവിടെ സ്കെയിൽ എന്നുള്ള ടൂൾ എടുത്തിട്ട് അതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കുന്നു. എന്നിട്ട് വീണ്ടും പൊസിഷൻ ഒന്ന് എടുക്കുക. എന്നിട്ട് ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്രെയിമിൽ ഈ ഡോഗിനെ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ലാസ്റ്റ് ഫ്രെയിം എടുക്കുക. 60th ഫ്രെയിം എടുത്തു. അവിടെ സെലക്ട് ചെയ്തു. ഡോഗിൻ്റെ ലാസ്റ്റ് സെല്ലാണ് സെലക്ട് ചെയ്തത്. എന്നിട്ട് ഈ ഡോഗിനെ നമ്മൾ ഇവിടേക്കായിട്ട് കൊണ്ടുവെക്കുന്നു. ഇത്രയാണ് ചെയ്യേണ്ടത്. നമുക്കിനി ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. ഫസ്റ്റ് ഫ്രെയിം എന്നുള്ളത് പ്രസ് ചെയ്യുക. എന്നിട്ടൊന്ന് പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ മൂവ് ചെയ്യുന്ന ഒരു ഡോഗിൻ്റെ വീഡിയോ അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ ഡോഗ് വാക്കിംഗ് ബൈ എ പോണ്ട് എന്നുള്ള ഒരു ആനിമേഷൻ അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സേവ് ചെയ്യണം. യുവർ രജിസ്റ്റർ നമ്പർ _ ഡോഗ് വാക്കിംഗ് എക്സാം 10 പ്രൊഡക്ട്സിലാണ് സേവ് ചെയ്യേണ്ടത്. MP4 വീഡിയോ ആയിട്ടാണ് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ റെൻഡർ എന്നുള്ളത് എടുത്തു. ഔട്ട്പുട്ട് സെറ്റിങ്സ് എന്നുള്ളത് എടുക്കുക. ഇവിടെ നമ്മളിവിടെ ഈ ഒരു സേവ് ഇൻ എന്നുള്ളത് എടുത്തു. ഇവിടെയുള്ള 3 ലൈൻസിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സേവ് ചെയ്യേണ്ടത് ഇവിടെ നമ്മളൊന്ന് മോഡൽ IT എക്സാം അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണോ അവിടെ SLC IT എക്സാം എന്നാണെങ്കിൽ അവിടെ ഒരു സ്ലാഷ് വരെ വെച്ചിട്ട് എൻ്റർ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്സാം 10 പ്രൊഡക്ട്സ് എന്ന് കാണാം. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും നമ്മൾ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ചൂസ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളത് കൊടുത്തു. ഇനി അതിൻ്റെ നെയിം നമ്മളുടെ രജിസ്റ്റർ നമ്പർ കൊടുത്തു. _ ഡോഗ് വാക്കിംഗ് എന്ന് കൊടുക്കാം. ഇനി നമുക്കിത് സേവ് ചെയ്യേണ്ടത് MP4 ഫയലായിട്ടാണ്. ഇവിടെ MP4 എന്ന് കൊടുത്തു. അപ്പോൾ അങ്ങനെ തന്നതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ റെൻഡർ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് എക്സാം 10 പ്രൊഡക്ട്സിലേക്കാണ് സേവ് ആവുന്നത്. റെൻഡർ എന്ന് കൊടുത്തു. ഇത് ക്ലോസ് ചെയ്യുന്നു. നമുക്ക് ആ ഫയലാണ് നമ്മൾ ടീച്ചറിനെ കാണിച്ചു കൊടുക്കേണ്ടത്. ആ ഫയൽ ഇവിടെ ഉണ്ടോ നോക്കാം. ഇപ്പോൾ എക്സാം 10 പ്രൊഡക്ട്സ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തു വെച്ച ഫയൽ. ഇതാണ് നമ്മൾ ടീച്ചറിനെ കാണിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Create an animation of an archer shooting an arrow at his target using OpenToonz software. Copy the OpenToonz folder from Exam 10 documents and paste it to the Documents folder in Home. Open the software and set the file name of the animation project being prepared in OpenToonz as Archer. Set the following video profile for the scene is being created. The animation scene being created should be for 5 seconds. Use the images namely target.png, archer.png, arrow.png given in the OpenToonz folder. Save the completed animation scene with your register number _ archer as file name to Exam 10 products as MP4. If it is exported to desktop, rename it and copy to Exam 10 products folder. ഇതിൻ്റെ മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ആർച്ചർ തൻ്റെ ലക്ഷ്യത്തിലേക്ക് അമ്പ് ചെയ്യുന്ന ആനിമേഷൻ സീൻ OpenToonz സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക. എക്സാം 10 ഡോക്യുമെൻറ്റ്സിലുള്ള OpenToonz ഫോൾഡർ കോപ്പി ചെയ്ത് ഹോമിലെ ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിൽ പേസ്റ്റ് ചെയ്യുക. OpenToonzൽ തയ്യാറാക്കുന്ന ആനിമേഷൻ പ്രൊജക്റ്റിന് ആർച്ചർ എന്ന് പേര് നൽകുക. അപ്പോൾ അതിന് വേണ്ട വീഡിയോ പ്രൊഫൈൽ ഇവിടെ തന്നിട്ടുണ്ട്. 5 സെക്കൻഡ് നേരത്തേക്കുള്ള ആനിമേഷനാണ്. അതിൻ്റെ അകത്തേക്ക് ഉപയോഗിക്കേണ്ട ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നിന്ന് എക്സാം 10 ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ട് ഈ OpenToonz എന്നുള്ള ഫോൾഡർ കോപ്പി ചെയ്തിട്ട് ഡോക്യുമെൻറ്റ്സിലേക്ക് പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിവിടെ ഉണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട വർക്കാണത്. അതിന് ശേഷമാണ് നമ്മൾ OpenToonz എടുക്കേണ്ടത്. OpenToonz എടുക്കുക. ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് എന്ന് കൊടുക്കുക. ഇവിടെ പ്രൊജക്റ്റ് നെയിം ആർച്ചർ എന്നാണ് കൊടുത്തത്. അത് കൊടുക്കുക. ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്തു. ഇവിടെ ക്രിയേറ്റ് എ ന്യൂ സീൻ എന്നുള്ളിടത്ത് scene 1 എന്ന് കൊടുക്കുന്നു. ഇവിടെ ക്യാമറ സൈസ് എന്നുള്ളിടത്ത് HD 720 കൊടുക്കുക. യൂണിറ്റ്സ് പിക്സൽ കൊടുക്കുക. അതേപോലെ തന്നെ ഫ്രെയിം റേറ്റ് 12 കൊടുക്കുന്നു. ഇത്രയും കൊടുത്തു. ഇവിടെ നമ്മൾ ക്രിയേറ്റ് സീൻ എന്ന് കൊടുക്കുന്നു.
അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ട ബാക്ക്ഗ്രൗണ്ട് പിക്ചർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ടാർഗറ്റ് എന്നുള്ളതാണ് ബാക്ക്ഗ്രൗണ്ട് പിക്ചർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ കോളം 1 ഫ്രെയിം 1 അത് സെലക്ട് ചെയ്തു, ബ്രൗസർ ക്ലിക്ക് ചെയ്തു. ഇവിടെ നിന്ന് നമ്മൾ മൈ ഡോക്യുമെൻറ്റ്സ് അവിടെ ഓപ്പൺ ടൂൾസ് എടുത്തു. ഇവിടെ ടാർഗറ്റ് എന്നുള്ള പിക്ചർ ഉണ്ട്, റൈറ്റ് ക്ലിക്കിൽ ലോഡ് കൊടുക്കുന്നു. ഇവിടെ ലോഡ് എന്ന് കൊടുക്കുക. ഇത് നമ്മൾ ആനിമേഷൻ എന്നുള്ള റൂം എടുത്തു. ഇവിടെ ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ റിപ്പീറ്റ് എന്നുള്ളത് പ്രസ് ചെയ്യാം. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് 60 എന്നുള്ള ഫ്രെയിമാണ്. 60 എന്ന് കൊടുത്തു, റിപ്പീറ്റ് എന്ന് കൊടുക്കുക. അപ്പം 60 ഫ്രെയിമിലേക്ക് ഇത് റിപ്പീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 5 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് വേണ്ടത്. ഇനി നമ്മൾ നെക്സ്റ്റ് കൊടുക്കേണ്ടത് കോളം 2 നമുക്ക് ആദ്യം ആ ഒരു പിക്ചർ ഇവിടേക്ക് എത്തിക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ കോളം 2 ഫ്രെയിം 1 സെലക്ട് ചെയ്തു. ബ്രൗസറിൽ നമുക്കിവിടെ വേണ്ടത് archer.png എന്നുള്ള ഈ പിക്ചറാണ്. ഇത് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്കിൽ ലോഡ്, ഇവിടെ ലോഡ് എന്ന് കൊടുത്തു. ഇവിടെ ആനിമേഷൻ എന്നുള്ളത് എടുക്കുക. ഇതും നമ്മൾ സെലക്ട് ചെയ്തു, റിപ്പീറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തു. ഇവിടെ 60 ഫ്രെയിം എന്ന് കൊടുത്തു, റിപ്പീറ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഈ ഒരു ആനിമേറ്റ് ടൂൾ എടുത്തിട്ട് ഈ ഒരു ആർച്ചറിനെ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇവിടെ പൊസിഷൻ എന്നുള്ളത് മാറ്റിയിട്ട് സ്കെയിൽ കൊടുക്കുന്നു. നമ്മളിതൊന്ന് ചെറുതാക്കുക. പൊസിഷൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് കോളം 3 എടുത്തു. അവിടെ ഫ്രെയിം 1 സെലക്ട് ചെയ്യുക. വീണ്ടും ബ്രൗസർ, അവിടെ ആരോ എന്നുള്ള ഇമേജും റൈറ്റ് ക്ലിക്കിൽ ലോഡ് എന്ന് കൊടുക്കുന്നു. ഇവിടെ ലോഡ് എന്ന് കൊടുക്കുക, ആനിമേഷൻ റൂം എടുക്കുക. പിന്നെ ഈ ഒരു ആരോ ആണ് നമുക്ക് ആനിമേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആനിമേറ്റ് ടൂൾ എടുത്തു. ഇതെടുക്കുന്നതിന് മുമ്പ് നമ്മളിവിടെ ആദ്യം തന്നെ ഇവിടെ ഒരു 60 ഫ്രെയിമിലേക്ക് കോപ്പി ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇത് സെലക്ട് ചെയ്തു. ഇവിടെ നമ്മൾ 60 ഫ്രെയിം എന്ന് കൊടുക്കുക, റിപ്പീറ്റ് കൊടുത്തു. ഇനി നമ്മൾ ഈ ഒരു ആരോയ്ക്കാണ് ആനിമേഷൻ കൊടുക്കേണ്ടത്. ഇപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ആരോ എടുത്തു. ആരോനെ നമ്മൾ ഇവിടേക്കായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. പൊസിഷൻ എന്നുള്ളിടത്ത് നമ്മളിപ്പോൾ ഇവിടെ ആരോനെ ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ലാസ്റ്റ് ഫ്രെയിം എടുക്കുന്നു. ലാസ്റ്റ് ഫ്രെയിമിൽ ഈ ആരോ ഇവിടേക്ക് എത്തുന്ന രീതിയിലേക്ക് കൊടുക്കുന്നു. ഇത്രയും കൊടുത്തു. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്യാം. അതിനായിട്ട് ഫസ്റ്റ് ഫ്രെയിം എടുക്കുന്നു, പ്ലേ കൊടുക്കുന്നു. പിന്നെ ഇതൊന്ന് നമുക്ക് സേവ് ചെയ്യാം. അതിനായിട്ട് റെൻഡറിൽ ഔട്ട്പുട്ട് സെറ്റിങ്സ് എടുത്തു. ഇവിടെ താഴേക്ക് ഫയൽ സെറ്റിങ്സ് എന്നുള്ളിടത്ത് സേവ് ഇൻ എന്നുള്ളിടത്ത് 3 ഡോട്ട്സ് എടുത്തു. അവിടെ നമ്മൾ അപ്പ് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ നമുക്ക് മോഡൽ ഐ ടി എക്സാമിലേക്ക് എത്താം. നമ്മുടെ ഹോം എന്ന് പറയുന്ന ഇവിടെ മോഡൽ ഐ ടി എക്സാമാണ്. നിങ്ങൾ SLCക്ക് ചെയ്യുന്ന സമയത്ത് SLC IT എക്സാം ആയിരിക്കും. അവിടെ കൊടുത്തു. ഇവിടെ നമ്മളോട് എക്സാം 10 പ്രൊഡക്ട്സ് ആണ് പറഞ്ഞത്, അതെടുത്തു. അപ്പം നമ്മൾ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചു, ചൂസ് എന്ന് കൊടുക്കുകയാണ്. ഇവിടെ സീൻ 1 എന്നുള്ളിടത്ത് നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക, _ ആർച്ചർ എന്ന് കൊടുക്കാനാണ് തന്നിരിക്കുന്നത്. ആർച്ചർ എന്ന് കൊടുക്കുന്നു. ഇതിവിടെ നിന്ന് ടിഫ് എന്നുള്ളത് മാറ്റിയിട്ട് MP4 എന്ന് കൊടുക്കുന്നു, റെൻഡർ എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മിനിമൈസ് ചെയ്തു. ഇനി നമ്മളിപ്പോൾ ചെയ്ത് വെച്ച ആ ഫയലൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുക. നമ്മൾ ചെയ്ത് വെച്ച ഫയലാണിത്. അപ്പോൾ ഇതാണ് ടീച്ചറിനെ കാണിച്ചു കൊടുക്കേണ്ട ഫയൽ. ഓക്കെ, താങ്ക് യു.